അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദു വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു തആല പ്രവാചകന്മാരിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള വേദനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കണമെന്നെന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും തഖ്വയുള്ളവരായി മുത്തക്കികളായി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. തസവൂഫിനെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി. തസവൂഫിൻ്റെ രണ്ട് വശങ്ങൾ: ഒന്ന്, തസവൂഫിനെ പൂർണ്ണമായും നിഷേധിക്കുന്ന വഹാബി ധാര, അങ്ങനെയൊന്നില്ല, അത് ഖുർആനിലെ ശബ്ദമല്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കുന്ന ഒരു ധാര ഇസ്ലാമിനെ വരണ്ടതാക്കുകയും അതിനെ കർമ്മകേന്ദ്രീകൃതമാക്കി മാറ്റുകയും ചെയ്യുന്നു എന്ന് നാം പറഞ്ഞു. മറ്റൊരു വശമുള്ളത് തസവൂഫിനെ വ്യവസായവും വ്യാപാരവുമാക്കി മാറ്റിയ മറ്റൊരു തലത്തെക്കുറിച്ചാണ്. തസവൂഫിനെ എങ്ങനെയൊക്കെ വിൽപ്പന ചരക്കാക്കാമോ അങ്ങനെയൊക്കെ വിൽപ്പന ചരക്കാക്കി അതിന് വിപണി മൂല്യം കണ്ടെത്തി അതിനെ വ്യത്യസ്തങ്ങളായ ഹാവഭാവാദികളോടുകൂടി മാർക്കറ്റ് ചെയ്ത് ധനവും അധികാരവും സംഭരിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മറ്റൊരു വശം അതിനുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് തരീഖത്ത് എന്ന പേരിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, സ്വതന്ത്ര സൂഫികളെന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്നവരുണ്ട്, സ്വയം പ്രഖ്യാപിത സൂഫികളെന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്നവരുണ്ട്. അവർ ഇതിനെ ഒരു ഉപജീവനമാക്കിയവരും ഇതിനെ ഒരു സമ്പാദന രീതിയാക്കിയവരും ആണ്. അവർക്ക് തസവൂഫ് എന്ന് പറയുന്നത് കേവലമായ ശബ്ദഘോഷങ്ങളും സാങ്കേതിക പ്രയോഗങ്ങളുമാണ്. ഖുർആനിൽ നിന്നല്ല അവർ കാര്യങ്ങളെ ഗ്രഹിക്കുന്നത്, പ്രവാചകനിൽ നിന്നല്ല അവർ മാതൃക സ്വീകരിക്കുന്നത്. അവർക്ക് ഖുർആനും പ്രവാചകനും ഒക്കെ വെറും ഉപകരണങ്ങൾ മാത്രമാണ്. അങ്ങനെ തസവൂഫിനെ മറ്റൊന്നാക്കി തീർത്ത ഒരു വശവുമുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ന് തസവൂഫ് ഒരു ട്രെൻഡായി മാറുകയും വളരെ വ്യാപകമായ വിധത്തിൽ തസവൂഫ് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പാശ്ചാത്യൻ രീതിയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു വെച്ചു. അവിടെ അവർ മൗലാന ജലാലുദ്ദീൻ റൂമിയെയും ഷംസ് തബ്രീസിയെയും ദുന്നൂറുൽ മിസ്രിയെയും മുഹീദ്ദീൻ ഷെയ്ഖിനെയുമൊക്കെ കൂടുതലായി വായിക്കുന്നു എന്ന അർത്ഥത്തിൽ, പക്ഷേ അവർ അതിൻ്റെ ആത്മാവല്ല ഉൾക്കൊള്ളുന്നത്, മറിച്ച് ഒരുതരം ലിബറലിസം എന്ന് ഞാൻ പറയുന്നത് സർവ്വതിനെയും ഉൾക്കൊള്ളുക എന്ന സർവാശ്ലേഷിയായ അതിൻ്റെ പോസിറ്റീവായ വശത്തെയല്ല, മറിച്ച് ഒരു ബന്ധങ്ങളുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു ജീവിതത്തിനൊരു ചിട്ടയുമില്ലാത്ത, ജീവിതത്തിന് ഒരു തരത്തിലുള്ള ഫ്രെയിമുമില്ലാത്ത, വളയമില്ല ചാട്ടത്തിന് വേണ്ടി തസവൂഫിനെയും തസവൂഫി സങ്കേതങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എങ്ങനെയാണോ മതത്തിൽ പൗരോഹിത്യം ഉണ്ടായത് അതുപോലെ തസവൂഫിലും പൗരോഹിത്യം ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്. മതത്തിൽ പൗരോഹിത്യം എന്ന് പറയുന്നത് ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാതെ അവരെ ആശയക്കുഴപ്പത്തിലാകുന്ന രീതിയിൽ ചില ടേംസുകളൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു വലിയ ഒരു സംഭവം എന്ന നിലക്ക് സൃഷ്ടിക്കലാണ് മതത്തിലെ പൗരോഹിത്യം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വായിക്കുക എന്ന് പറയുന്നതിന് പകരം അവർ പറയും നിങ്ങൾ ഖിറാഅത്ത് നടത്തുക എന്ന് പറയും. വായിക്കുക എന്നതിൻ്റെ അർത്ഥമാണ് ഖിറാഅത്ത് നടത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വായിക്കുക എന്ന് പറയില്ല. ഖിറാഅത്ത് നടത്തുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൗരോഹിത്യത്തിൻ്റെ ഭാവം വായിക്കുക എന്ന് പറയുമ്പോൾ കിട്ടൂല. ഇങ്ങനെ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാകുന്ന ചില അറബി പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മതത്തിൽ എങ്ങനെയാണോ പൗരോഹിത്യം പിടിമുറുക്കിയിട്ടുള്ളത് അതുപോലെ തസവൂഫിലും പൗരോഹിത്യം പിടിമുറുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൗരോഹിത്യം മതത്തിൽ മാത്രമല്ല,
എല്ലാറ്റിലും ഉണ്ടാകാം. തസവുഫിലും അത് വളരെ വലിയ രീതിയിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ ഏകാന്തതയാണ് തസവുഫിൻ്റെ രീതി എന്ന് പറയുന്നതിന് ഖൽവത്താണ് തസവുഫിൻ്റെ രീതി എന്ന് പറയും. അത് കേൾക്കുന്നയാൾ ഞെട്ടും. എന്താണ് ഖൽവത്ത്? അത് വിശദീകരിക്കാൻ ഇയാൾ ആവശ്യമായി വരും. അങ്ങനെ ഖൽവത്തിനെ വിശദീകരിക്കാൻ ഒരു ശൈഖ് അങ്ങനെ ഖൽവത്ത് എന്നാൽ ഏകാന്തതയാണ് എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തിരിയാത്ത വിധത്തിൽ മറ്റെന്തൊക്കെയോ പറയും. ഇങ്ങനെ സാങ്കേതിക ശബ്ദങ്ങൾ വിശുദ്ധ ഖുർആനിൽ ദീനിനെക്കുറിച്ച് പറഞ്ഞിടത്ത് നമുക്ക് കാണാം, മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്. ദീനിൽ ഒരു തരത്തിലുള്ള സങ്കീർണതകളും അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. ഒരു തരത്തിലുള്ള സങ്കീർണതകളും ദീനിലില്ല. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു സൂറത്ത് ഹജ്ജിൽ, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. അള്ളാഹു തആല ദീനിൽ നിങ്ങൾക്കൊരു സങ്കീർണതകൾ ഉണ്ടാക്കിയിട്ടില്ല. അള്ളാഹു സങ്കീർണതകൾ ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു സങ്കീർണതകൾ ഉണ്ടാക്കിയിട്ടുമില്ല. സങ്കീർണതകൾ പൗരോഹിത്യത്തിൻ്റെ സൃഷ്ടിയാണ്. പ്രവാചകൻ തൻ്റെ ശിഷ്യരോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ബഷിറു വലാ തുനഫിറു യസ്സിറു വലാ തുഅസ്സിറു. ജനങ്ങൾക്ക് നിങ്ങൾ സുവിശേഷം അറിയിക്കണം, നിങ്ങളവരെ ഭീഷണിപ്പെടുത്തരുത്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി. മതത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ രീതിയാണത്. ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി നിങ്ങളവരെ പ്രശ്നത്തിലാക്കരുത്. പിന്നെയോ യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമാക്കി കൊടുക്കണം. ജനങ്ങളെ നിങ്ങൾ സങ്കീർണതയിലാക്കരുത്. സാങ്കേതിക ശബ്ദങ്ങൾ പറഞ്ഞ് വ്യത്യസ്തങ്ങളായ വാക്കുകൾ ഉപയോഗിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പദാവലികളൊക്കെ ഒഴിവാക്കി നിങ്ങൾ സങ്കീർണമായ പദാവലികൾ ഉപയോഗിച്ച് ജനങ്ങളെ സങ്കീർണതകളിൽ അകപ്പെടുത്തരുത്. ഇത് റസൂലുള്ളാഹിന്റെ നിർദ്ദേശമാണ് ശിഷ്യന്മാരോട്, എക്കാലത്തുമുള്ള ആളുകളോട്. പക്ഷേ പൗരോഹിത്യം ചെയ്യുന്നത് സങ്കീർണതകൾ ഉണ്ടാക്കുകയാണ്. മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കും. അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് തിരിയണമെങ്കിൽ നിങ്ങളുടെ വീണ്ടും എൻ്റെ അടുത്ത് വരണം. അതിൻ്റെ ആശയങ്ങൾ ഞാൻ പറഞ്ഞു തരും. അതാണ് ഏകാന്തത എന്ന് പറയുന്നതിന് പകരം ഖൽവത്ത് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതി. അപ്പോൾ ഈ രീതിയിൽ പൗരോഹിത്യം തസവുഫിലും ഉണ്ടായിട്ടുമുണ്ട്. കാരണം തസവുഫിനെ ഉപജീവന മാർഗമാക്കുകയും സമ്പാദനത്തിൻ്റെ മാർഗമാക്കുകയും ചെയ്തവർക്ക് ഇങ്ങനെ സങ്കീർണതകളാക്കാതെ വഴിയില്ല എന്നർത്ഥം. എന്നാലോ തസവുഫ് ഏത് സാധാരണക്കാരൻ്റെയും വഴിയാണ്. അതിനൊരുപാട് പഠിക്കണമെന്നില്ല, കുറേ അറിവുണ്ടാകണമെന്നില്ല, സാങ്കേതിക ശബ്ദങ്ങൾ തിരിയണമെന്നില്ല. പിന്നെ മനസ്സുണ്ടായാൽ മതി. എന്ത് മനസ്സ്? സ്രഷ്ടാവിനെ പ്രണയിക്കുന്ന ഒരു മനസ്സുണ്ടായാൽ. തസവുഫ് എന്ന് പറയുന്നത് ജ്ഞാനപരം എന്നതിനപ്പുറത്ത് ആനുഭൂതികമാണ്. ജ്ഞാനപരം ഗവേഷണം ചെയ്യുന്നവർക്ക്, ഉന്നതമായ തലത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ജ്ഞാനപരമായ ഒന്നാണ്. പക്ഷേ സാധാരണക്കാർക്ക്, വയലേലകളിൽ പണിയെടുക്കുന്നവർക്ക്, ദിവസക്കൂലിക്ക് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക്, അവർക്കൊക്കെയും അവരുടെ ആനുഭൂതികമായ തലത്തിൽ ദൈവത്തെ അനുഭവിക്കേണ്ടത് കുറേ പഠിച്ച് PhD എടുത്ത് ഡോക്ടറേറ്റ് എടുത്ത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വലിയ ബിരുദമെടുത്ത്, അറബി കോളേജുകളിൽ നിന്ന് ബിരുദമെടുത്ത് വലിയ തലക്കെട്ട് കിട്ടിയവർക്ക് മാത്രമല്ലല്ലോ. അത് ഏത് സാധാരണക്കാരനും ബിലാലിന് അനുഭവിക്കാൻ കഴിയുന്ന, ഹബ്ബാബിന് അനുഭവിക്കാൻ കഴിയുന്ന, സുമയ്യക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദിവ്യ പ്രണയത്തിൻ്റെ തലമുണ്ട്. ആ തലമാണ് വേദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ആ തലമാണ് പ്രവാചകന്മാരും ഗുരുക്കന്മാരും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനൊരുപാട് പഠിച്ച് കുറേ സാങ്കേതിക ശബ്ദങ്ങൾ അറിയേണ്ട കാര്യമില്ല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. രണ്ട് തലമുണ്ട്. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ. അതേതാണ്? അത് ജ്ഞാനപരമായ തലമാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, അറിയാത്തത് പഠിപ്പിച്ചവൻ. അത് ആനുഭൂതികമായ തലമാണ്. ഏത് മനുഷ്യനും അനുഭവിക്കാൻ കഴിയുന്ന ദിവ്യപ്രണയത്തിൻ്റെ ഒരു തലമുണ്ട്. അതിന് പ്രത്യേകമായ ഹാവഭാവാദികളോ ചുറ്റുപാടുകളോ ഒന്നുമില്ല. ആർക്കും അത് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ജ്ഞാനപരം എന്ന് പറഞ്ഞ് ഒരുപാട് പഠിച്ച് കുറേ മജ്‌ലിസിലൊക്കെ ഇരുന്ന് കുറേ ക്ലാസ്സുകളിലൊക്കെ അങ്ങനെയല്ല. അങ്ങനെയൊക്കെ പഠിച്ചാലും കിട്ടുന്നതുമല്ല ഇത്. ജ്ഞാനമെന്ന് പറഞ്ഞാൽ അറിവല്ല, വിവരമല്ല. നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, കുറേ ഭാഷകൾ പഠിച്ചു, കുറേ പ്രസംഗങ്ങൾ കേട്ടു, എങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? കുറേ വിവരം കിട്ടി. ആ വിവരം ജ്ഞാനമായി തീരുന്നില്ല. ജ്ഞാനമെന്ന് പറയുന്നത് ഉള്ളിൽ നിന്നുള്ള ഉണർവാണ്. അത് ഉറവ് പൊട്ടുന്നത് പോലൊരു അനുഭവമാണ്. അത് ഉള്ളിൽ നിന്നുണ്ടാകേണ്ടതാണ്. അതിന് പ്രചോദനമാകാം. നിങ്ങളുടെ വായന ഒരു പക്ഷേ അതിന് പ്രചോദനമാകാം, നിങ്ങൾ കേട്ട പ്രസംഗങ്ങൾ അതിന് പ്രചോദനമാകാം. പക്ഷേ അത് ഉള്ളിൽ നിന്നുണ്ടാകേണ്ടതാണ്. അപ്പോഴാണത് ജ്ഞാനമായി തീരുക, അത് ബോധ്യമായി തീരുക. അങ്ങനെയായി തീരുമ്പോൾ നിങ്ങൾക്ക് തസവുഫ് അനുഭവിക്കാൻ കഴിയും. സൂഫിസം എന്ന് പറയുന്നത് അങ്ങനെ ആ അർത്ഥത്തിൽ അനുഭവിക്കേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നിങ്ങൾ എന്തിനു നിസ്കരിക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണത്. എന്തിന് നോമ്പെടുക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണ്. എങ്ങനെ നിസ്കരിക്കണം എന്നതിൻ്റെ ഉത്തരമാണ് മതം. എങ്ങനെ നോമ്പെടുക്കണം എന്നതിൻ്റെ ഉത്തരമാണ് മതം. എന്തിന് നിസ്കരിക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണ് തസവുഫ്. എന്തിന് നോമ്പെടുക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണ് തസവുഫ്. തസവുഫിനെ കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട്. എല്ലാറ്റിനെയും നിഷേധിക്കലാണ് തസവുഫ്. കർമ്മം വേണ്ട, അനുഷ്ഠാനം വേണ്ട, വേദം വേണ്ട, ഇങ്ങനെ നിഷേധിക്കലല്ല, മറിച്ച് വീണ്ടെടുക്കലാണ് തസവുഫ്.
നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തിൻ്റെ ചൈതന്യത്തെ, മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ നോമ്പിൻ്റെ ചൈതന്യത്തെ, കർമ്മങ്ങളുടെ ചൈതന്യത്തെ, വേദങ്ങളുടെ ആന്തരികാർത്ഥത്തെ വീണ്ടെടുക്കലാണ് തസവുഫ്. നിഷേധമല്ല, എല്ലാറ്റിനെയും നിഷേധിച്ച് ഒന്നുമില്ലെന്ന് പറയലല്ല, മറിച്ച് എല്ലാറ്റിൻ്റെയും ആത്മാവിനെ, റൂഹിനെ, അതിൻ്റെ ചൈതന്യത്തെ വീണ്ടെടുക്കലാണ് തസവുഫ് എന്ന് പറയുന്നത്. ഒരു സൂഫി കേന്ദ്രത്തിലെത്തിയാൽ പിന്നെ ഒന്നും വേണ്ട, ഒരു വളയോ ഇല്ല, ഒരു ചിട്ടയോ ഇല്ല, അങ്ങനെ ഒരു നിശ്ചിതമായ മനുഷ്യൻ്റെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയല്ല, മറിച്ച് എല്ലാറ്റിൻ്റെയും ചൈതന്യത്തെ വീണ്ടെടുക്കലാണ് തസവുഫ് എന്ന് പറയുന്നത്. ഹബ്ബിൻ്റെ നിർവചനം എന്ന് പറയാം. ഖുർആനിൽ ധാരാളം ഹബ്ബിനെക്കുറിച്ച്, മഹബ്ബത്തിനെക്കുറിച്ചുള്ള വചനങ്ങൾ കാണാം. ഇഷ്കിനെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ വല്ലദീന ആമനൂ അശദ്ദു ഹബ്ബൻ ലില്ലാഹ്. ഇങ്ങനെ മഹബ്ബത്തിനെക്കുറിച്ചുള്ള വചനങ്ങൾ കാണാം, പ്രണയത്തെക്കുറിച്ച്. ആ പ്രണയത്തിൻ്റെ വിശദീകരണം മതങ്ങളിൽ നിന്ന് കിട്ടില്ല, പൗരോഹിത്യത്തിൽ നിന്ന് കിട്ടില്ല. പ്രണയത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആധ്യാത്മികമായ ധാരയിൽ പ്രവേശിച്ചേ തീരൂ. അതാണ് തസവുഫ്. അത് പ്രണയത്തിൻ്റെ വിശദീകരണവും വിശകലനവുമാണ് എന്നർത്ഥം. അത് മാത്രമേ പറയാനുള്ളൂ. തഖ്വ എന്ന് പറഞ്ഞാൽ, ഭക്തി എന്ന് പറഞ്ഞാൽ പ്രണയമാണ്, അറ്റമില്ലാത്ത പ്രണയം. ഇപ്പോൾ ഇന്നലെ മണ്ണാർക്കാടുള്ള തിത്തിക്കുട്ടി ടീച്ചർ മരണപ്പെട്ടു പോയി. തിത്തിക്കുട്ടി ടീച്ചർ നമ്മുടെ ഖുതുബയിൽ തസവുഫിനെ കുറിച്ച് പറയുമ്പോൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ കേരളത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത് ജീവിച്ച ഒരു പ്രണയിനിയാണ് തിത്തിക്കുട്ടി ടീച്ചർ. സൃഷ്ടാവിനോടുള്ള ഇഷ്കിനാൽ, പ്രണയത്താൽ നിരന്തരമായി നോവ് നിറഞ്ഞ അവസ്ഥയിലും വേദന നിറഞ്ഞ അവസ്ഥയിലും പാട്ടുപാടിക്കൊണ്ട്, കഥ പറഞ്ഞുകൊണ്ട്, അങ്ങനെ പ്രണയത്തിൻ്റെ രാജകുമാരിയായി ഏകാന്തതയിൽ ജീവിച്ച് മരിച്ചുപോയ തിത്തിക്കുട്ടി ടീച്ചർ. അവർക്ക് പറഞ്ഞ വലിയ കിതാബോധി അറിവൊന്നുമില്ല. ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ മകളായിട്ട് ജനിച്ച് ദിവ്യപ്രണയത്തിൽ അലിഞ്ഞു ചേർന്ന് കവിതകൾ എഴുതിയും പാടിയും ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വേദനകളുടെ പടവുകളിലൂടെ കയറി ഒരുപാട് കനലുകൾ ചവിട്ടി ആ വേദനകളെല്ലാം പ്രണയമാക്കി മാറ്റിയ ഒരു അത്ഭുത ജീവിതമായിരുന്നു തിത്തിക്കുട്ടി ടീച്ചറുടേത്. അള്ളാഹു അവരെ സ്വർഗത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ജീവിതങ്ങളുണ്ട് ധാരാളം. അവധൂതരായിട്ട് അങ്ങനെയുള്ള ജീവിതങ്ങളെയാണ് നമ്മൾ അറിയേണ്ടത്. തസവുഫിൻ്റെ മാതൃക എന്ന് പറയുന്നത് പ്രവാചകന്മാരാണ്. ഏകാന്തതയെക്കുറിച്ച് പറഞ്ഞപ്പം വിമർശനങ്ങളുണ്ടായി. പിന്നെ ഒളിച്ചോട്ടമെന്ന തസവുഫ് എന്ന് പറഞ്ഞപ്പം വിമർശനം ഉണ്ടായി. മുഹമ്മദ് നബി ഹെറയിൽ പോയിട്ടില്ലേ? ഈസാ നബി മൗണ്ട് ഓഫ് ടെംപ്റ്റേഷനിൽ പോയിട്ടില്ലേ? മൂസാ നബി സീനായിൽ പോയിട്ടില്ലേ? ഇത് ഒളിച്ചോട്ടമല്ല. ഏകാന്തതയും ഒളിച്ചോട്ടവും രണ്ടാണ്. എല്ലാറ്റിൽ നിന്നും വിട്ടുനിന്ന് ഒളിച്ചോടുകയായിരുന്നില്ല. ഇബ്രാഹിം നബിയും മൂസാ നബിയും ഈസാ നബിയും മുഹമ്മദ് നബിയൊക്കെ അവർ തിരിച്ചു വന്നു. 10-40 ദിവസം, 1-2 മാസം അങ്ങനെ പോകുന്നതിൽ, ആ ഏകാന്തത അനുഭവിക്കുന്നതിൽ ആര് പറഞ്ഞു എതിർപ്പ്? അത് മാതൃകയാണ്. പിന്നെ അവർ തിരിച്ചു വന്നു. അവർ മല കയറിയിട്ട് പോയി അവിടെ ഒരു ആശ്രമം കെട്ടി വസിക്കുകയായിരുന്നില്ല. എല്ലാ നാട്ടിൽ നിന്നും ഒളിച്ചോടി സമൂഹത്തെ ത്യജിക്കുകയായിരുന്നില്ല. മറിച്ച് അവർ വന്നു. നാരായണ ഗുരു പറഞ്ഞതുപോലെ സ്പഷ്ടം നിലാവങ്ങു നീങ്ങി, ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു, തട്ടിത്തട്ടി പെരുക്കി പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ, കിടക്കുന്ന ലോകർ കുത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി, എല്ലാ സംശയങ്ങളും നീങ്ങി, ദിനകരൻ ഉദയം ചെയ്തു, സൂര്യൻ ഉദിച്ചു, ചന്ദ്രൻ മറഞ്ഞു, രാത്രി നീങ്ങി, അങ്ങനെ പകൽ പോലെ എനിക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞു, തട്ടിത്തട്ടി പെരുക്കി പെരുവെളിയിലതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ ഈ ആനന്ദത്തിൻ്റെ അവസ്ഥയുണ്ടല്ലോ, അതിലമർന്ന് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് പിന്നെയാകട്ടെ. ഇപ്പോൾ എന്താണ് എൻ്റെ ദൗത്യം? കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ, കള്ളു കുടിച്ചും പ്രയാസങ്ങൾ അനുഭവിച്ചും കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. അവരോടൊപ്പം ജീവിക്കാനാണ് ഞാനിപ്പോൾ തീരുമാനിക്കുന്നത്. എൻ്റെ ആനന്ദം പിന്നെയാട്ടെ. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനൻ തസ്തക്സിർ. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹൽ മുദ്ദസിർ, ആനന്ദത്തിൻ്റെ, ദൈവസാക്ഷാത്കാരത്തിൻ്റെ, സത്യദർശനത്തിൻ്റെ, ആത്മസാക്ഷാത്കാരത്തിൻ്റെ ആനന്ദത്തിൽ അമർന്നിരിക്കുന്നവനെ ഉണരുക. ഖും ഫഅൻദിർ, ഈ ആനന്ദത്തിൽ അമരുവാനല്ല, പിന്നെയോ നിന്റെ ദൗത്യം എന്താണ്? ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ, നീ പോകണം, ജനങ്ങൾക്കിടയിലേക്ക് പോകണം, അവിടെ ഈ മഹത്വം ഉദ്ഘോഷിക്കണം. പിന്നെയാട്ടെ എന്ന് ഗുരു പറഞ്ഞതുപോലെ, പിന്നെ ഇപ്പോഴല്ല, അത് പിന്നെയോ ഇപ്പോൾ ഈ ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കഷ്ടപ്പെടുന്ന ലോകർ ഉത്തിഷ്ടോത്തിഷ്ടം നന്മ വരുത്തുവാൻ പണിയെടുക്കലാണ് പ്രവാചകന്മാരുടെ ദൗത്യം. അതാണ് തസവുഫിൻ്റെ ദൗത്യം. വാഗ്ഭടാനന്ദ ഗുരു പറഞ്ഞതുപോലെ, ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ. ഉണരുവിൻ ഖും ഫഅൻദിർ, അഖിലേശനെ സ്മരിപ്പിൻ,
പിന്നെയോ ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഇതാണ് വേദങ്ങൾ പഠിപ്പിച്ച തസവുഫ്. ഏകാന്തതയിൽ എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് ഒന്നിനോടും ഒരു ബാധ്യതയുമില്ലാതെ പോലെ മാറിയിരിക്കലല്ല. 40 നൂറ്റാണ്ടോളം ചുറ്റി നടന്നവരാണ് മൊഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞതിനർത്ഥം മൊഹീദ്ദീൻ ഷെയ്ഖ് സമൂഹത്തിനൊന്നും ചെയ്തില്ലെന്നല്ല. അദ്ദേഹം എഴുതിയ കൃതികളൊന്ന് പരിശോധിച്ച് നോക്കണം. ഒരു പുരുഷായുസ് മുഴുവൻ ഇരുന്ന് എഴുതിയതുപോലെ എഴുതി. സമൂഹത്തോടുള്ള ബാധ്യതകൾ എപ്പോഴും ഓർത്തിരുന്നു. ഓരോ സൂഫി ആചാര്യനും ഓരോ സൂഫി ഗുരുവും അങ്ങനെയാണ് സമൂഹത്തെ പരിചരിക്കേണ്ടത്. അതാണ് പ്രവാചകന്മാരുടെ മാതൃക, അതാണ് ഗുരുക്കന്മാരുടെയും ജ്ഞാനികളുടെയും മാതൃക, അതാണ് തസവുഫിൻ്റെ മാതൃക. അല്ലാതെ ദന്തഗോപുരത്തിലിരുന്ന് സമൂഹത്തിൻ്റെ വേപതുകളിലൊന്നും ഒരു വേദനയുമില്ലാതെ എന്തൊക്കെയോ കുറേ തത്വങ്ങൾ വാരി വലിച്ച് പറഞ്ഞ് എന്തൊക്കെയോ കുറേ സാങ്കേതിക ശബ്ദങ്ങൾ ഉച്ചരിച്ച് സമൂഹത്തെ ഇരുട്ടിലേക്ക് തള്ളിവിടലല്ല തസവുഫ്. മറിച്ച് സമൂഹത്തോടു കൂടി അവരുടെ വേദനകൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതിന് പരിഹാരം കാണൽ കൂടിയാണ് തസവുഫ്. തസവുഫ് എന്ന് പറഞ്ഞാൽ അവരനെ അറിയലാണ്, മറ്റുള്ളവരിലേക്ക് കണ്ണു തുറക്കൽ കൂടിയാണ്. അവനവൻ സാക്ഷാത്കരിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളലാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരേണം എന്ന് പറയുന്നതാണ് തസവുഫിൻ്റെ നിർവചനം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദുൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബിനിൽ ദബീഹൈൻ സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ് ഇബ്നി അബ്ദുല്ലാഹി ഇബ്നി അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി. സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. തസവുഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തരീഖത്തുകളെ ഞാൻ പരാമർശിച്ചു. തരീഖ് എന്ന് പറഞ്ഞാൽ വഴിയാണ് എന്നറിയാത്തവർ ആരും ഉണ്ടാവില്ല. പക്ഷേ തരീഖത്ത് എന്ന് പറയുന്നത് ഒരു സാങ്കേതിക ശബ്ദമായി ഉപയോഗപ്പെടുത്തുകയും അതിന് ഒരു പ്രത്യേകമായ ചിട്ടവട്ടങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരുപാട് തരീഖത്തുകൾ. ഈ തരീഖത്തുകളിലൊക്കെയും നടക്കുന്നത് നല്ല കാര്യങ്ങളാണ് എന്ന് ആർക്കും അഭിപ്രായം ഉണ്ടാവില്ല. തരീഖത്തുകൾ വിമർശിക്കപ്പെട്ടുകൂടെ? തരീഖത്തുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചില ആളുകൾ വിമർശന സ്വഭാവത്തിൽ പറഞ്ഞത് ഇതെല്ലാം മതത്തിൽ നടക്കുന്നില്ലേ, രാഷ്ട്രീയത്തിൽ നടക്കുന്നില്ല എന്നാണ്. ഇങ്ങനെ തെറ്റിനെ ന്യായീകരിക്കാനുള്ള ഒരു ന്യായീകരണമാണ്. ഇതെല്ലാവരുടെ നടക്കുന്നതല്ലേ, എല്ലാവരുടെയും നടക്കുന്നത് കൊണ്ടൊരു തെറ്റല്ലാതാകുമോ? അത് ശരിയായിത്തീരുമോ? തരീഖത്തുകളെന്ന് പറഞ്ഞ് പലപ്പോഴും നടക്കുന്നത് ശുദ്ധമായ സാമൂഹ്യദ്രോഹ പ്രവർത്തനങ്ങൾ കൂടിയാണ്. ഏത് ക്രിമിനലിനും വന്ന് ഏത് തരത്തിലും എന്തും കാണിക്കാമെന്ന മട്ടിലേക്ക് ഇന്ന് ഈ തരീഖത്ത് ആസ്ഥാനങ്ങളും തരീഖത്ത് ആശ്രമങ്ങളും മാറിയിട്ടുണ്ട്. സുഖലോലുപതയുടെ ആഡംബരങ്ങളുടെ ഉദാഹരണങ്ങളായി മാറിയിരിക്കുകയാണ് പല തരീഖത്ത് കേന്ദ്രങ്ങളും. വലിയ കൊട്ടാരങ്ങൾ, വലിയ വലിയ സൗകര്യങ്ങൾ. ഈ കൊട്ടാരങ്ങളോ സൗകര്യങ്ങളൊന്നും വേണ്ട, അതൊന്നും പാടില്ല. അതിനോടൊക്കെ മുഖം തിരിച്ച് നിന്ന് ഈ ചൂടിക്കട്ടിൽ കിടക്കണമെന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് വിചാരിക്കാവുന്നതിനപ്പുറത്ത് ഈജിപ്തിലെ ഒരു തരീഖത്ത് കേന്ദ്രത്തിൽ ഞാൻ സന്ദർശിക്കുകയുണ്ടായി. 10,000 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ ഉദ്യാനത്തിൻ്റെ നടുവിൽ ഭരണാധികാരികൾക്ക് പോലും സങ്കല്പിക്കാനും കഴിയാത്ത കോട്ടകൊത്തളങ്ങളുടെ നടുവിൽ സുഖസൗകര്യങ്ങളിൽ ആറാടി ജീവിക്കുന്ന സൂഫി ആചാര്യന്മാരുടെ ഒരു കേന്ദ്രം. ഇത് നമുക്ക് എല്ലാ സൂഫി കേന്ദ്രങ്ങളിൽ ചെന്നാലും നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ തരീഖത്തുകളെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നിഗൂഢ സങ്കേതങ്ങളായി തീരുമ്പോൾ അത് വിമർശിക്കുന്നത് എന്തോ തസവുഫിനെ വിമർശിക്കുന്നതാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരവസ്ഥ ഖേദകരമാണ്. അപ്പം ഞാൻ റൂമിയെക്കുറിച്ച് പറഞ്ഞു. മൗലാന റൂമിയുടെ മസ്നബി ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ലോകത്ത്, ഇസ്ലാമിക സാഹിത്യ ലോകത്ത്, ഇസ്ലാമിക അധ്യാത്മ രംഗത്തൊക്കെ തുല്യതയില്ലാത്ത കൃതിയാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ചൈതന്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഉൾപ്പെടെ ഉള്ള തസവുഫി ഗ്രന്ഥങ്ങൾ പലതും വിവർത്തനം ചെയ്തും അല്ലാതെയുമൊക്കെ സമൂഹത്തിൽ വ്യാപിക്കുന്നത് അല്ലെങ്കിൽ പ്രചരിക്കുന്നത് പലപ്പോഴും ശരിയായ രീതിയിലല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. റൂമിയെ വിമർശിക്കുകയല്ല, മറിച്ച് റൂമിയുടെ ഗ്രന്ഥങ്ങൾ, തബ്രീസിയുടെ ഗ്രന്ഥങ്ങൾ, സൂഫി ആചാര്യന്മാരുടെയും ശൈഖന്മാരുടെയും കൃതികളും വാക്കുകളുമെല്ലാം തെറ്റായ രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റായ രീതിയാണ്, അതുകൊണ്ട് നേടുന്നതും തെറ്റായ രീതിയിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്.
ഇത് വിമർശിക്കപ്പെടേണ്ടതാണ്. സൂഫിസം എന്ന അർത്ഥത്തിൽ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ നന്മകളെയും അംഗീകരിക്കുന്നതോടൊപ്പം സൂഫിസം എന്ന പേരിൽ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ വിമർശിക്കപ്പെടേണ്ടതാണ്. അത് വിമർശിക്കപ്പെടണം. അത് മതത്തിനകത്തുള്ള ദൂഷ്യങ്ങളെപ്പോലെ തന്നെ തസവുഫ് ആധ്യാത്മിക രംഗത്തുള്ള ദൂഷ്യങ്ങളാണ്. ഏത് മതത്തിലും അധ്യാത്മരംഗം മലിനപ്പെടുമ്പോൾ വിമർശിക്കുക എന്നുള്ളത് മതത്തെ പരിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വയം പ്രഖ്യാപിത സൂഫി കേന്ദ്രങ്ങളും സ്വയം പ്രഖ്യാപിത സൂഫി ശൈഖുകളുമൊക്കെ നാൾക്ക് നാൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ ജനങ്ങൾ മതപൗരോഹിത്യമെന്ന പോലെ തന്നെ വളരെ ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ കൈകാര്യം സമീപിക്കേണ്ടുന്ന ഒരു മേഖലയാണ് അത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.